വയനാടിന്റെ വികസനത്തിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ കൈകാര്യം ചെയ്യേണ്ടത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. കാലങ്ങളായിട്ട് വയനാട് ജില്ലയിൽ നടന്നു വരുന്ന ഒരു കാര്യം എങ്ങനെയാണ്, അത് KK രാമേന്ദ്ര മാഷ് കൽപ്പറ്റ MLA ആയിരിക്കുന്ന കാലഘട്ടം മുതൽ നമ്മൾ എടുത്തു ചോദിച്ചാൽ എല്ലാ കാലത്തും അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ കാലത്തും MV ശ്രേയാംസ്കുമാർ MLA ആയിരുന്ന കാലത്ത്, വീരേന്ദ്രകുമാർ MLA ആയിരുന്ന കാലത്ത്, CK ശശീന്ദ്രൻ MLA ആയിരുന്ന കാലത്ത് ഒക്കെ തന്നെ എടുത്തു ഏത് കാലമാണെങ്കിലും കൽപ്പറ്റ MLA ആണ് വയനാടിന്റെ ഒരു പൊതു കാര്യങ്ങളെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും മറ്റ് MLA-മാരെ കൂടി യോജിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. എന്നാൽ കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ വയനാടിന്റെ വികസനത്തിൽ, പ്രത്യേകിച്ച് കൽപ്പറ്റയുടെ വികസനത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തതിൽ പിന്നെ MLA എന്ന കാര്യത്തിൽ സാധിച്ചില്ല എന്നുള്ള ഒരു ദുഃഖകരമായ അവസ്ഥ ഉണ്ട്. ഒരുപാട് വിഷയങ്ങൾ നമുക്ക് മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ട, ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു മേഖല, വിദ്യാഭ്യാസ മേഖല, അതുപോലെ തന്നെ ആരോഗ്യ മേഖല, അതുപോലെ നമ്മളെ യാത്രാ പ്രശ്നം തുടങ്ങി ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഓരോന്നും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൈകാര്യം ചെയ്തതിൽ MLA-യുടെ ഭാഗത്ത് വലിയൊരു വീഴ്ച വന്നിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് എടുത്ത സാഹചര്യത്തിൽ ഓരോ MLA-മാരുടെ കാര്യങ്ങളും മാധ്യമങ്ങളും മറ്റൊക്കെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിൽ ഇപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൽപ്പറ്റ ബൈപ്പാസ് റോഡ് കഴിഞ്ഞ ദിവസം കാണാനിടയായി. ബൈപ്പാസ് റോഡ് നവീകരണം അദ്ദേഹം കൊണ്ടുവന്നതാണെന്ന രൂപത്തിലേക്ക് അദ്ദേഹത്തിൻ്റെതായി മാറ്റുന്നൊരു കാഴ്ച കാണാൻ സാധിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ കൽപ്പറ്റ ബൈപ്പാസ് റോഡിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്, സംസ്ഥാന ഗവൺമെൻറ് മലയോര ഹൈവേ ആയി പ്രഖ്യാപിച്ച് കണ്ണൂരേക്ക് പോകുന്ന റോഡ്, അതിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ എത്തുമ്പോൾ നമ്മുടെ പ്രധാന ഭാഗമായി വരുന്നത് നാഷണൽ ഹൈവേ ആണ്. അതുകൊണ്ട് തന്നെ കൽപ്പറ്റ ബൈപ്പാസിനെയാണ് കൽപ്പറ്റയിൽ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ബൈപ്പാസിലൂടെ വന്ന് പിന്നെ മാനന്തവാടി സ്റ്റേറ്റ് ഹൈവേ ലിങ്കായി അങ്ങനെ കണ്ണൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന രൂപത്തിലേക്കാണ് ഈ സ്റ്റേറ്റ് ഹൈവേ, മലയോര ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ അതിന്റെ ഭാഗമാക്കി ഈ റോഡിനെ പൊട്ടിപ്പൊളിഞ്ഞ് കടന്നിരുന്ന നമ്മുടെ കൽപ്പറ്റ ബൈപ്പാസ് റോഡിനെ നവീകരിക്കുന്ന പ്രവൃത്തി ഈ മലയോര ഹൈവേ പ്രൊജക്ടിന്റെ ഭാഗമായി വന്നതാണ്. അത് കേവലം ഏതെങ്കിലും ഒരു MLA-യുടെ ഭാഗമല്ല. മാനന്തവാടിയിലും കൽപ്പറ്റയിലും തുടങ്ങി അങ്ങോട്ട് ചുരമിറങ്ങുന്ന കണ്ണൂർ ജില്ല വരെ എടുത്തു നോക്കിയാൽ ഏതെങ്കിലും MLA-യുടെ പ്രൊജക്റ്റ് അല്ല, മറിച്ച് അത് സംസ്ഥാന ഗവൺമെന്റിലെ മലയോര ഹൈവേ പ്രൊജക്റ്റാണ്. അതിന്റെ ഭാഗമായി വന്നിട്ടുള്ള വികസനമാണ്. അപ്പോൾ അങ്ങനെ ഇത് ഓരോ MLA-മാർ അദ്ദേഹത്തിന് അവരുടെ മണ്ഡലങ്ങളിൽ ഞങ്ങളാണെന്ന് പറയാൻ പോയാൽ ഇത് കാര്യങ്ങൾ മാറിയില്ല. അപ്പോൾ ഇവിടെ കൃത്യമായി സംസ്ഥാന ഗവൺമെന്റിന്റെ മലയോര ഹൈവേയെ പോലും തൻ്റെ വികസനമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കഴിഞ്ഞ 5 വർഷം കൃത്യമായിട്ട് വികസന പ്രവർത്തനത്തിൽ കാര്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല, ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടാൻ സാധിച്ചില്ല എന്നുള്ള ആ ഒരു ജാള്യത മറച്ചു വെക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ബൈപ്പാസ് റോഡിന്റെ ചരിത്രം തന്നെ എടുത്ത് പരിശോധിച്ചാൽ 1987 അന്ന് കൽപ്പറ്റയുടെ MLA ആയിരുന്ന MP വീരേന്ദ്രകുമാർ, അദ്ദേഹം കൽപ്പറ്റ നഗരം, ജില്ലാ ആസ്ഥാനമായ കൽപ്പറ്റ വളരുകയാണ്. അതുകൊണ്ട് കൽപ്പറ്റയിൽ ഒരു ബൈപ്പാസ് റോഡ് അനിവാര്യമാണെന്നതിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അന്ന് പദ്ധതി വെച്ച് തറക്കല്ലിട്ട റോഡായിരുന്നു കൽപ്പറ്റയിലെ ബൈപ്പാസ് റോഡ്. പിന്നീട് അദ്ദേഹത്തിന്റെ മകൻ MV ശ്രേയാംസ്കുമാർ MLA ആയിരിക്കുമ്പോൾ 2011 ഈ ബൈപ്പാസ് റോഡിന്റെ, അത് കൽപ്പറ്റയിലെ ട്രാഫിക് ജംഗ്ഷൻ മുതൽ കൈനാടി ജംഗ്ഷൻ വരെയുള്ള ഈ ബൈപ്പാസ് റോഡ് ഓപ്പൺ ആകുന്നത്. അങ്ങനെ വന്ന ആ ബൈപ്പാസ് റോഡ് അതിൽ പോലും യാതൊരു പങ്കും പറയാൻ ഇപ്പോഴത്തെ MLA-ക്ക് ഇല്ല. അത് അന്ന് ആ കാലത്ത് വന്ന റോഡാണ്. അത് 2011 അദ്ദേഹം വീണ്ടും MLA ആയപ്പോൾ MV ശ്രേയാംസ്കുമാർ തന്നെ അത് ഉദ്ഘാടനം ചെയ്ത് അതിന്റെ ആ റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്താണ്. പിന്നീട് ഇപ്പോൾ ബൈപ്പാസിനെ സ്റ്റേറ്റ് ഹൈവേയുടെ ഭാഗമാക്കി, മലയോര റോഡിന്റെ ഭാഗമാക്കി ആ ഹൈവേ ആക്കി മാറ്റിയെടുത്തപ്പോഴാണ് ഈ പുതിയ നിർമ്മാണ പ്രവൃത്തി നടന്നിരിക്കുന്നത് എന്നുള്ള വസ്തുത കൂടി ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലേക്ക് പോകരുത്. നമ്മൾ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പറയാൻ ശ്രമിക്കുക. ചെയ്യാത്ത കാര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നത് ഇത് നമ്മുടേതാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളതൊക്കെ തിരിച്ചറിയും, ജനങ്ങളതൊക്കെ മനസ്സിലാക്കും. അതുകൊണ്ട് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ വികസനത്തിന്റെ ഒരുപാട് രീതിയിൽ മുമ്പോട്ട് പോകേണ്ടതുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെയാണ് നമ്മൾ വരുന്ന ദിവസങ്ങൾ കൃത്യമായി ചർച്ച ചെയ്യേണ്ടത്. ആ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തെ MLA-യുടെ പ്രവർത്തനങ്ങളും ജനങ്ങൾ ചർച്ച ചെയ്യപ്പെടും.